ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. രാവിലെ നല്ല അട്ടിപ്പൊളി മഴയൊക്കെ കണ്ടോണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നത്തെയും പോലെ തന്നെ ഒരു ഗ്ലാസ് ചൂട് ചായയൊക്കെ കുടിച്ച് ദിവസം അങ്ങോട്ട് തുടങ്ങി. ഫ്രണ്ടിലെ കഥകെന്ന് പറഞ്ഞ് മഴയുടെ സ്ഥിതി ഒന്നും കൂടെ വീക്ഷിക്കാമെന്നും പറഞ്ഞ് നടന്നപ്പോൾ എൻ്റെ പിറകെ വരുന്ന ഒരാൾ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടായിരുന്നു, നിൻ്റെയൊക്കെ പിറക്കെ നടക്കാൻ ആരാ ഉള്ളതെന്നൊരു ചോദ്യത്തിന്. സത്യമാണ് കേട്ടോ, ആ വീഡിയോ കണ്ട് എനിക്ക് ചിരിയാണ് വന്നത്. എൻ്റെ പിറക്കെ നടക്കാൻ രണ്ടുപേരും ഇവിടെ ഉണ്ട്. രാവിലെ വെള്ളമൊക്കെ തിളപ്പിച്ചു. ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ദോശ ഉണ്ടാക്കി. പിന്നെ ഇന്നലത്തെ കറിയുടെ ബാലൻസ് ആണ് എടുക്കുന്നത്. ഇന്ന് മോന് സ്കൂളില്ലാത്തൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ രണ്ടുപേരെയും പല്ലൊക്കെ തേപ്പിച്ചു. രണ്ടുപേർക്കും ഭക്ഷണമൊക്കെ എടുത്തു. രണ്ടുപേർക്കും എനിക്കും കൂടി ഞാൻ ഒരുമിച്ചാണ് കേട്ടോ ഭക്ഷണം എടുക്കാറ്. 2 പ്ലേറ്റിലായിട്ട് എടുക്കും. അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ചും എനിക്കൊരു പ്ലേറ്റിലായിട്ടും എടുക്കും. അവരുടെ കഴിപ്പും കഴിയും, കൂട്ടത്തിൽ എൻ്റെ കഴിപ്പും അങ്ങ് കഴിയും. ഇന്ന് മോന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ വിറകടുപ്പിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കുക്കറിൽ തിളപ്പിച്ച് വെക്കാറാണ് പതിവ്. മീനായിട്ടിന്ന് മത്തിയാണ് കേട്ടോ കിട്ടിയത്. ഇപ്പോൾ ഈ ചാള, മത്തി, നെത്തോലി, അയലയുടെ കുഞ്ഞ്, ഇങ്ങനത്തെ കുറച്ച് മീനുകളല്ലേ കിട്ടാനുള്ളൂ. ഇപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ ഇവിടെ സ്ഥിരം കൊണ്ടുവരുന്നത്. ഞാനതിൽ നിന്ന് കുറച്ച് എടുത്ത് കുറച്ച് വലുത് നോക്കി എടുത്ത് വറുക്കാനായിട്ട് അങ്ങോട്ട് വെച്ചു. മക്കൾക്ക് വറുത്ത മീനാണ് കേട്ടോ ഇഷ്ടം. പിന്നെ എനിക്ക് കുറച്ച് അലക്കാനുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് വെയിലിൻ്റെ വെട്ടം വന്നപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ തുണി അലക്കാനുള്ള തയ്യാറെടുപ്പിലോട്ട് അങ്ങ് ഇറങ്ങി. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് വെയിലങ്ങോട്ട് വരും, കൂട്ടത്തിൽ മഴ വരും, പെട്ടെന്ന് വെയിൽ വരും, കൂട്ടത്തിൽ മഴ വരും. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കാലാവസ്ഥ. അതുകൊണ്ട് ഉള്ള വെയിലിൽ എങ്ങനെയെങ്കിലും തുണി ഉണക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ രണ്ടും കൽപ്പിച്ച് വെളിയിൽ തന്നെ അങ്ങ് വിരിച്ചിട്ട് കേട്ടോ. പിന്നെ അതിന് ശേഷമുള്ള കാര്യമൊക്കെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ മോന് വയ്യായിരുന്നു. മോന് ഛർദിലും ലൂസ് മോഷനും ഒക്കെ ആയതുകൊണ്ടാണ് സ്കൂളിൽ നിന്ന് വിടാതെ നിർത്തിയിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ആൾക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം തന്നെ ആൾക്ക് ഛർദിലങ്ങ് തുടങ്ങി. പിന്നെ ഹോസ്പിറ്റലിലും അങ്ങനത്തെ ഇതിലൊക്കെ അങ്ങ് ആയിപ്പോയി കേട്ടോ. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരത്തിനാണ് വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരം ഞാനൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം എൻ്റെ തൂപ്പും തുടപ്പും പരിപാടികളിലോട്ടൊക്കെ അങ്ങോട്ട് ഇറങ്ങി. 2 ദിവസം കൂടുമ്പോഴാണ് തുടയ്ക്കാറ്, അതായത് 1-2 കൂടുമ്പോഴാണ് തുടയ്ക്കാറ്. ഡെയിലി തുടയ്ക്കാറില്ല. ഡെയിലി 2 പ്രാവശ്യം തൂത്തിടാറാണ് പതിവ്. എത്ര തുടച്ചിട്ടാലും എത്ര തൂത്തിട്ടാലും ഇത് നല്ല വെള്ള ടൈലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്ക് പിടിക്കും. അതുമല്ല മോനാണെങ്കിൽ, കുഞ്ഞുമോനാണെങ്കിൽ പൊടിക്കൊച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് അത് അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം അവിടെ വീണാൽ മതി, അത് ഉറുമ്പും കയറി പിന്നെ അതൊക്കെ തൊട്ടി തേച്ച് അങ്ങനെയാണ് കേട്ടോ. കൈയോടെ നമ്മൾ ചെയ്താലും അത് എപ്പോഴും വൃത്തികേടായിട്ട് തന്നെ കിടക്കും. ഈ വെള്ള ടൈല് വീട് വെച്ച സമയത്ത് ഞാൻ വിചാരിച്ചു വെള്ള ടൈലായിരിക്കും നല്ലത്. എല്ലാവരും പറഞ്ഞു കേട്ടോ വെള്ള ടൈൽ ഇടരുത്. അനുഭവസ്ഥർ പലരും പറഞ്ഞു വെള്ള ടൈൽ ഇടണ്ട, വല്ല വേറെ എന്തെങ്കിലും കളർ ഇട്ടാൽ മതി, അഴുക്കായ അറിയത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാനന്ന് ചെവിക്കൊണ്ടില്ല. ഇപ്പം ഞാനും പശ്ചാത്തപിക്കുന്നു കേട്ടോ, വേറെ എന്തെങ്കിലും ഒരു കളർ ടൈൽ ഇട്ടാൽ മതിയായിരുന്നു. ഇതിപ്പോൾ എത്ര ചെയ്തിട്ടാലും ആ ചെയ്തിടുന്ന ഒരു 5 മിനിറ്റ് മാത്രമാണ് വൃത്തിയായിട്ടിരിക്കുക. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കുള്ള അവസ്ഥ കണ്ട ദൈവം ക്ഷമിക്കത്തില്ല കേട്ടോ. ആരെങ്കിലും വിചാരിക്കും ഇവൾ തൂക്കത്തൂല്ല തുടക്കത്തൂല്ല എന്ന് വിചാരിക്കും. പക്ഷേ 1-2 കൂടുമ്പോൾ ചെയ്യാറാണ് പതിവ്. അടുക്കളയിൽ മാത്രമാണ് കേട്ടോ വേറെ കളർ ടൈല്. പിന്നെ റൂമിലും എല്ലാം ഈ വെള്ള ടൈല് തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തുടപ്പ് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് കാട് ചെത്താൻ വിചാരിച്ചു. മഴയും കൊണ്ട് തുടങ്ങി. അപ്പോഴും തൊട്ട് തുടങ്ങിയ പോച്ചയാണ് കേട്ടോ. കാട് ചെത്താൻ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളെ കടിക്കുന്ന ഉറുമ്പുണ്ടല്ലോ അത്. പിന്നെ കുറച്ച് ചെത്തും, കുറച്ച് ഉറുമ്പ് ചൊറിയും, വീണ്ടും ചെത്തും, വീണ്ടും ഉറുമ്പിൻ്റെ കടി. ഇത് തന്നെയായിരുന്നു അവസ്ഥ. എന്നിരുന്നാലും കുറച്ച് ചെയ്തു. കുറേശ്ശെയാണ് കേട്ടോ ചെയ്യാറ്. ഞാൻ ഒറ്റയടിക്ക് ചെയ്യാറില്ല, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വളരെ കുറച്ച് സമയവും സന്ദർഭമുള്ള അനുസരിച്ച് ചെയ്യും. പിന്നെ ഈ മഴ പെയ്ത് കിടക്കുമ്പോൾ നമ്മൾ ചെയ്താലും ഇങ്ങനെ കൊഴുകൊഴാന്ന് പറഞ്ഞ് മണ്ണളവത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് രാവിലെ ആയിരുന്നു മഴ. ഇന്നിപ്പം വൈകുന്നേരത്തിന് ശേഷം മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ അതിനുശേഷം പോയി കുളിച്ചു. വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. വിളക്ക് ഞാൻ ഇതുപോലെ സിറ്റ് ഔട്ടിലാണ് കേട്ടോ കത്തിക്കാറ്. എനിക്ക് ഹോളിൽ സ്ഥലമില്ല വിളക്ക് കത്തിക്കാനായിട്ട്, ചെറിയ ഹോളാണ്. അതുകൊണ്ട് ഞാനിതുപോലെ സിറ്റ് ഔട്ടിൽ ഒരു സ്റ്റാൻഡ് പോലെ ഞാൻ തന്നെ സ്വന്തമായിട്ട് അടിച്ച് ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തത്. ഇങ്ങനെയാണ് വിളക്ക് കത്തിക്കാറ്. വിളക്ക് കത്തിച്ചതിനോടൊപ്പം ഒരു സാമ്പ്രാണി തിരിയും കൂടെ കത്തിച്ച് വെച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ വീഡിയോസാണ് ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോസ് കാണാൻ താല്പര്യമുള്ള എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.